വരാൻ പോകുന്ന എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കാൻ സാധ്യതയുള്ള നമ്മുടെ കറണ്ട് അഫെയറിൽ നിന്ന് സെലക്ട് ചെയ്തിട്ടുള്ള 25 ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു മോക്ക് ടെസ്റ്റിൽ വിജയിക്കാൻ വേണ്ട മാർക്ക് എന്ന് പറയുന്നത് 15 മാർക്കാണ്. 25 മാർക്കിൽ 25 ചോദ്യങ്ങളിൽ 15 മാർക്ക് നിങ്ങൾക്ക് വാങ്ങിക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു മോക്ക് ടെസ്റ്റ് വിജയിക്കാനായിട്ട് കഴിയും. എക്സാം എഴുതുന്ന സീരിയസ്നെസ്സോടുകൂടി തന്നെ ഈ ഒരു മോക്ക് ടെസ്റ്റ് എഴുതാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ 2021 സദ്ഭരണ സൂചികയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം ഏതാണ്? കേന്ദ്ര സർക്കാരിൻ്റെ 2021 സദ്ഭരണ സൂചികയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം ഏതെന്നാണ് ചോദ്യം. ഓക്കെ, ഞാൻ ഓപ്ഷൻസ് വായിക്കുന്നില്ല, നിങ്ങൾ ശരി ഉത്തരം മാർക്ക് ചെയ്യുക, ശേഷം ഞാൻ ഉത്തരം പറയാം. ഓക്കെ, അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ വായിക്കുന്നതിൻ്റെ സ്പീഡ് കൂടുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ ഒന്ന് പോസ് ചെയ്ത ശേഷം ഉത്തരം കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇതിൻ്റെ ഉത്തരം നിങ്ങൾ കണ്ടെത്തിയെന്ന് തന്നെ വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ 2021 സദ്ഭരണ സൂചികയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം എന്ന് പറയുന്നത് ഓപ്ഷൻ സി എഴുതിയവർക്ക് ശരി ഉത്തരം ഗുജറാത്താണ് കേട്ടോ. അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റേതായതുകൊണ്ട് അത് ഗുജറാത്താണ്. ഓക്കെ, കേന്ദ്ര സർക്കാരിൻ്റെ 2021 സദ്ഭരണ സൂചികയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം ഏതാണ്? ഗുജറാത്താണെന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. വാട്സപ്പ് ഗ്രൂപ്പുകളിൽ അംഗങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ സന്ദേശങ്ങൾക്കും അഡ്മിൻ ഉത്തരവാദിയല്ല എന്ന് പ്രസ്താവിച്ച നമ്മുടെ സുപ്രധാന വിധി 2021 ഡിസംബറിൽ പുറപ്പെടുവിപ്പിച്ച ഹൈക്കോടതി ഏതെന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നതാണ്, നമ്മുടെ IT നിയമത്തിലൊക്കെ വന്നിട്ടുണ്ടായിരുന്ന ഏതെങ്കിലും ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ എന്തെങ്കിലും വേണ്ടാത്ത മെസ്സേജുകളോ അല്ലെങ്കിൽ ഫേക്ക് മെസ്സേജുകളൊക്കെ വരികയാണെങ്കിൽ അഡ്മിൻ ഉൾപ്പെടെ എല്ലാവരും കേസിൽ പ്രതികളാവും എന്ന് പറയുന്നൊരു നിയമം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് വാട്സപ്പ് ഗ്രൂപ്പുകളിലെ അംഗങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ സന്ദേശങ്ങൾക്കും അഡ്മിൻ ഉത്തരവാദി അല്ല എന്ന് സുപ്രധാന വിധി 2021 ഡിസംബറിൽ പുറപ്പെടുവിപ്പിച്ച ഹൈക്കോടതി ഏതാണ് ചോദ്യം. 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്, കണ്ടല്ലോ, 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ ശരി ഉത്തരം മാർക്ക് ചെയ്തു എന്ന് തന്നെ വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. ഏതാണ്? മദ്രാസ് ഹൈക്കോടതിയാണ് കേട്ടോ. അപ്പോൾ മദ്രാസ് ഹൈക്കോടതിയാണ് പറഞ്ഞത് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ അംഗങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ സന്ദേശങ്ങൾക്കും അഡ്മിൻ ഉത്തരവാദി അല്ല എന്ന് പറഞ്ഞത് നമ്മുടെ മദ്രാസ് ഹൈക്കോടതിയാണെന്ന് അറിഞ്ഞിരിക്കുക. നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. 2021 ആഷസ് ക്രിക്കറ്റിലെ ചാമ്പ്യൻഷിപ്പിലെ ജേതാക്കളായിരുന്നു എന്നാണ് ചോദ്യം. എന്താണ് 2021 ആഷസ് ക്രിക്കറ്റ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൻ്റെ ജേതാക്കളായത് ഏത് രാജ്യമാണെന്നാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, നിങ്ങൾ ശരി ഉത്തരം മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തു എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഞാൻ ഉത്തരത്തിലേക്ക് കിടക്കുകയാണ്. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. ഓസ്ട്രേലിയയാണ് കേട്ടോ. അപ്പോൾ ഓസ്ട്രേലിയയാണ് 2021 ആഷസ് ക്രിക്കറ്റ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിലെ ജേതാക്കളായതാരാണ്? ഓസ്ട്രേലിയയാണെന്ന് അറിഞ്ഞിരിക്കുക. അടുത്ത നാലാമത്തെ ചോദ്യം. ഉത്തർപ്രദേശിലെ 12 ജില്ലകളിലൂടെ കടന്നുപോകുന്ന 6 വരി എക്സ്പ്രസ് വേക്ക് 2021 ഡിസംബർ 18 പ്രധാനമന്ത്രി തറക്കല്ലിട്ടത് എവിടെയെന്നാണ് ചോദ്യം. എന്താണ്? ഉത്തർപ്രദേശിലെ 12 ജില്ലകളിലൂടെ കടന്നുപോകുന്ന 6 വരി എക്സ്പ്രസ് വേക്ക് 2021 ഡിസംബർ 18 പ്രധാനമന്ത്രി തറക്കല്ലിട്ടത് എവിടെയെന്നാണ് നമ്മുടെ നാലാമത്തെ ചോദ്യം. ശരി ഉത്തരം നിങ്ങൾ മാർക്ക് ചെയ്തു എന്ന് തന്നെ വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഉത്തരത്തിലേക്ക് ഞാൻ കിടക്കുകയാണ്. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. ഷാജഹാൻപൂർ ആണ് കേട്ടോ. അപ്പോൾ ഷാജഹാൻപൂരിലാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ നരേന്ദ്രമോദി നമ്മുടെ ഉത്തർപ്രദേശിലെ 12 ജില്ലകളിലൂടെ കടന്നു പോകുന്ന 6 വരി എക്സ്പ്രസ് വേക്ക് 2021 ഡിസംബർ 18 പ്രധാനമന്ത്രി തറക്കല്ലിട്ടത് എവിടെയാണ്? നമ്മുടെ ഷാജഹാൻപൂരിലാണെന്ന് അറിഞ്ഞിരിക്കുക. അഞ്ചാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ചിരിമയം എന്ന് പറയുന്ന പുസ്തകം എഴുതിയത് ആരാണ്? ചിരിമയം എന്ന് പറയുന്ന പുസ്തകം എഴുതിയത് ആരെന്നാണ് നമ്മുടെ അഞ്ചാമത്തെ ചോദ്യം. 4 ഓപ്ഷൻസ് നമ്മളെ ചിരിപ്പിക്കുന്ന നടന്മാർ തന്നെയാണ്, പക്ഷേ ഇതിൽ നിന്ന് ശരി ഉത്തരം കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നിങ്ങൾ ശരി ഉത്തരം കണ്ടെത്തിയിട്ടുണ്ട് എന്ന് തന്നെ വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. സുരാജ് വെഞ്ഞാറമൂടാണ് കേട്ടോ. അപ്പോൾ സുരാജ് വെഞ്ഞാറമൂട് എഴുതിയ പുസ്തകത്തിൻ്റെ പേരാണെന്ത്? ചിരിമയം. സുരാജ് വെഞ്ഞാറമൂട് എഴുതിയ പുസ്തകത്തിൻ്റെ പേരാണെന്ത്? ചിരിമയം. ആറാമത്തെ ചോദ്യം എന്ന് പറയുന്നത് സംസ്ഥാനത്തെ ആദ്യത്തെ ഓട്ടോമേറ്റഡ് ബീച്ച് ക്ലീനിങ് യന്ത്രം ഉപയോഗിച്ചത് എവിടെയാണ്? സംസ്ഥാനത്തെ ആദ്യത്തെ ഓട്ടോമേറ്റഡ് നമ്മുടെ ബീച്ച് ക്ലീനിങ് യന്ത്രം ഉപയോഗിച്ചത് എവിടെയാണെന്നാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, നിങ്ങൾ ശരി ഉത്തരം മാർക്ക് ചെയ്തു എന്ന് തന്നെ വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. കൊല്ലത്താണ് കേട്ടോ. അപ്പോൾ കൊല്ലത്തിലാണ് സംസ്ഥാനത്തെ ആദ്യത്തെ ഓട്ടോമേറ്റഡ് ബീച്ച് ക്ലീനിങ് യന്ത്രം ഉപയോഗിച്ചത് എവിടെയാണ്? കൊല്ലത്താണെന്ന് അറിഞ്ഞിരിക്കുക. ഏഴാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ ഭക്ഷ്യ പ്രദർശനാലയം ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ഭക്ഷ്യ പ്രദർശനാലയം ഉദ്ഘാടനം ചെയ്തത് എവിടെയെന്നാണ് നമ്മുടെ ഏഴാമത്തെ ചോദ്യം. ഓക്കെ, നിങ്ങൾ ഓപ്ഷൻസ് വായിച്ച ശേഷം ശരി ഉത്തരം മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻ എ എഴുതിയവർക്ക് ശരി ഉത്തരം തഞ്ചാവൂരിലാണ് കേട്ടോ. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ഭക്ഷ്യ പ്രദർശനാലയം എവിടെയാണ്?
തഞ്ചാവൂരിലാണ്. ഇതുവരെ നിങ്ങളെ വീഡിയോ കാണുന്ന ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യാനായിട്ട് മറക്കരുത്. കൂടാതെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും PSC പഠിക്കുന്ന സുഹൃത്തുക്കളിലേക്കും ഗ്രൂപ്പുകളിലേക്കും കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യാനായിട്ട് മറക്കരുത്. ഓക്കെ, അപ്പോൾ അടുത്ത 8ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് കുടുംബശ്രീ പ്രവർത്തകർക്കായിട്ട് കേരള സർക്കാർ ആരംഭിച്ച വായ്പാ പദ്ധതിയുടെ പേരെന്താണ്? നമ്മുടെ കുടുംബശ്രീ പ്രവർത്തകർക്കായിട്ട് കേരള സർക്കാർ ആരംഭിച്ച വായ്പാ പദ്ധതിയുടെ പേര് എന്തെന്നാണ് നമ്മുടെ 8ാമത്തെ ചോദ്യം. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ പല പ്രാവശ്യം ഡിസ്കസ് ചെയ്തതാണ്. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം, സഹായഹസ്തമാണ് കേട്ടോ. അപ്പോൾ എന്താണ്, കുടുംബശ്രീ പ്രവർത്തകർക്കായിട്ട് കേരള സർക്കാർ ആരംഭിച്ച വായ്പാ പദ്ധതി എന്താണ്? സഹായഹസ്തമാണ്. കുടുംബശ്രീ പ്രവർത്തകർക്കായിട്ട് കേരള സർക്കാർ ആരംഭിച്ച വായ്പാ പദ്ധതിയാണ് നമ്മുടെ സഹായഹസ്തം. ഓക്കെ, നമ്മുടെ ഒരു ടെലഗ്രാം ഗ്രൂപ്പുണ്ട്. നിങ്ങൾ ആരെങ്കിലും ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുക. PSCയുടെ അപ്ഡേറ്റ്സും അതേപോലെ ഡിസ്കഷൻസും കാര്യങ്ങളെല്ലാം നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിലാണ് നടത്തുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളോ മെറ്റീരിയൽസോ എന്തെങ്കിലും വേണമെങ്കിലോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ തന്നെ നേരിട്ട് ചോദിക്കാവുന്നതാണ്. ലിങ്ക് എന്തുണ്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അടുത്ത നമ്മുടെ 9ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ അവയവദാന സ്മാരകം നിലവിൽ വന്നത് എവിടെയെന്നാണ് ചോദ്യം. നല്ല ക്വസ്റ്റ്യനാണ്. ഇന്ത്യയിലെ ആദ്യത്തെ അവയവദാന സ്മാരകം നിലവിൽ വന്നത് എവിടെയെന്ന് ചോദിക്കുകയാണെങ്കിൽ അതെവിടെയാണ്? നമ്മുടെ പിങ്ക് സിറ്റി ആയിട്ടുള്ള ജയ്പൂരിലാണ് കേട്ടോ. അപ്പോൾ ജയ്പൂരിലാണ് എന്ത് ചെയ്യുന്നത്, ഇന്ത്യയിലെ ആദ്യത്തെ അവയവദാന സ്മാരകം നിലവിൽ വന്നത് എവിടെയാണ്? ജയ്പൂരിലാണെന്ന് അറിയുക. ഇന്ത്യയിലെ ആദ്യത്തെ അവയവദാന സ്മാരകം നിലവിൽ വന്നത് എവിടെയാണ്? ജയ്പൂരിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ അവയവദാന സ്മാരകം. 10ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് സ്പോർട്സ് ജേർണലിസ്റ്റ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ മെഡൽ 2021 നൽകി ആദരിച്ചത് ആരെയാണ് എന്താണ് ചോദ്യം. സ്പോർട്സ് ജേർണലിസ്റ്റ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ മെഡൽ 2021 നൽകി ആദരിച്ചത് ആരെയെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ആരെയാണ്? നമ്മുടെ ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. ആരാണ്? നമ്മുടെ സുനിൽ ഗവാസ്കർ ആണ് കേട്ടോ. അപ്പോൾ സുനിൽ ഗവാസ്കറിനെയാണ് എന്ത് ചെയ്യുന്നത്, സ്പോർട്സ് ജേർണലിസ്റ്റ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ മെഡൽ 2021 നൽകി ആദരിച്ചത് ആരെയാണ്? നമ്മുടെ സുനിൽ ഗവാസ്കറിനെയാണെന്ന് അറിഞ്ഞിരിക്കുക. 11ാമത്തെ ചോദ്യം ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ പിതാവ് PN പണിക്കരുടെ പ്രതിമ 2021 ഡിസംബറിൽ അനാച്ഛാദനം ചെയ്തത് ആരാണെന്നാണ് ചോദ്യം. നമ്മളെല്ലാവരും അറിഞ്ഞതാണ് പത്രങ്ങളിലൂടെ. ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ പിതാവായിട്ടുള്ള PN പണിക്കരുടെ പ്രതിമ 2021 ഡിസംബറിൽ ഉദ്ഘാടനം ചെയ്തത് ആരെന്നാണ് ചോദ്യം. ഓക്കെ, നിങ്ങൾ ശരി ഉത്തരം മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. നമ്മുടെ പ്രസിഡൻ്റ് ആയിട്ടുള്ള രാംനാഥ് കോവിന്ദ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ രാംനാഥ് കോവിന്ദാണ് എന്ത് ചെയ്യുന്നത്, ഇപ്പോൾ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ പിതാവായിട്ടുള്ള PN പണിക്കരുടെ പ്രതിമ 2021 ഡിസംബറിൽ ഉദ്ഘാടനം ചെയ്ത ആരാണ്? നമ്മുടെ രാംനാഥ് കോവിന്ദാണെന്ന് അറിഞ്ഞിരിക്കുക. 12ാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം. ആധുനിക പക്ഷികളുടെ ഭ്രൂണത്തിന് സമാനമായിട്ടുള്ള 72 ദശലക്ഷം വർഷം പഴക്കമുണ്ടെന്ന് കരുതപ്പെടുന്ന ഡിനോസർ ഭ്രൂണം കണ്ടെത്തിയ രാജ്യം ഏതാണ്? ചോദ്യം ശ്രദ്ധിക്കുക. ആധുനിക പക്ഷികളുടെ ഭ്രൂണത്തിന് സമാനമായിട്ടുള്ള 72 ദശലക്ഷം പഴക്കമുണ്ടെന്ന് കരുതപ്പെടുന്ന ദിനോസർ ഭ്രൂണം കണ്ടെത്തിയ രാജ്യം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ഏതാണ്? ചൈനയാണ് കേട്ടോ. അപ്പോൾ ചൈനയിലാണ് ഈ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഭ്രൂണം കണ്ടെത്തിയത്. എവിടെയാണ്? ചൈനയിലാണ്. ആധുനിക പക്ഷികളുടെ ഭ്രൂണത്തിന് സമാനമായിട്ടുള്ള 72 ദശലക്ഷം വർഷം പഴക്കമുണ്ടെന്ന് കരുതപ്പെടുന്ന ദിനോസറിൻ്റെ ഭ്രൂണം കണ്ടെത്തിയത് ഏത് രാജ്യമാണ്? ചൈനയാണെന്ന് അറിഞ്ഞിരിക്കുക. 13ാമത്തെ ചോദ്യം കോവിഡ് വാക്സിൻ എടുത്ത സർട്ടിഫിക്കറ്റ് ഹാജരാക്കാത്ത സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം നൽകില്ലെന്ന് ഉത്തരവിറക്കിയ സംസ്ഥാനം ഏതാണ്? വളരെ നല്ല തീരുമാനമാണ്. കോവിഡ് വാക്സിനേഷൻ എടുത്ത സർട്ടിഫിക്കറ്റ് ഹാജരാക്കാത്ത സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം നൽകില്ലെന്ന് ഉത്തരവിറക്കിയ സംസ്ഥാനം ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ഏതാണ്? ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. പഞ്ചാബാണ് കേട്ടോ. അപ്പോൾ കോവിഡ് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് ഹാജരാക്കാത്ത സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം നൽകില്ലെന്ന് ഉത്തരവിറക്കിയ സംസ്ഥാനം ഏതാണ്? നമ്മുടെ പഞ്ചാബാണ്. ഓക്കെ, സിമ്പിൾ അല്ലേ? അടുത്ത നമുക്ക് 14ാമത്തെ ചോദ്യത്തിലേക്ക് തന്നെ കിടക്കാം. 2022 ജനുവരി 3 മുതൽ 15 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് കോവിഡ് വാക്സിനേഷൻ നൽകാൻ തുടങ്ങിയ രാജ്യം ഏതാണ്? സിമ്പിൾ അല്ലേ? അപ്പോൾ 2022 ജനുവരി 3 മുതൽ 15 വയസ്സിന് മുകളിലുള്ള എല്ലാ കുട്ടികൾക്കും കോവിഡ് വാക്സിനേഷൻ നൽകാൻ തുടങ്ങിയ രാജ്യം ഏതാണ്? നമ്മുടെ ഇന്ത്യ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും അറിഞ്ഞതാണ്. ഏത് വാക്സിനാണ് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് തീരുമാനിച്ചത്? ഷീൽഡാണോ? അല്ല, കോവാക്സിനാണല്ലേ. അപ്പോൾ 2022 ജനുവരി 3 മുതൽ 15 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് കോവിഡ് വാക്സിനേഷൻ നൽകാൻ തീരുമാനിച്ച രാജ്യം അത് ഇന്ത്യയാണ്. കൊടുക്കാനായിട്ട് തീരുമാനിച്ചിട്ടുള്ള വാക്സിൻ അല്ലെങ്കിൽ കൊടുക്കുന്ന വാക്സിൻ എന്ന് പറയുന്നത് ഏത് തന്നെയാണ്? കോവാക്സിൻ ആണെന്നും അറിഞ്ഞിരിക്കുക. അടുത്ത 15ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ചുവടെ തന്നിട്ടുള്ളതിൽ
പെൺകുട്ടികൾക്ക് സാനിറ്ററി പാഡുകൾ സൗജന്യമായി നൽകുന്ന ഉഡാൻ പദ്ധതി എന്താണ്? പെൺകുട്ടികൾക്ക് സാനിറ്ററി പാഡുകൾ സൗജന്യമായി നൽകുന്ന ഉഡാൻ പദ്ധതി 2021 ഡിസംബറിൽ ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ഓക്കെ, അപ്പോൾ എന്താണ് ചോദ്യം? ചുവടെ തന്നിട്ടുള്ളതിൽ പെൺകുട്ടികൾക്ക് സാനിറ്ററി പാഡുകൾ സൗജന്യമായി നൽകുന്ന ഉഡാൻ എന്ന് പറയുന്ന പദ്ധതി 2021 ഡിസംബറിൽ ആരംഭിച്ച സംസ്ഥാനം ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഏതാണ് ശരി ഉത്തരം? നിങ്ങൾ മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം, രാജസ്ഥാനാണ്. ഇപ്പോൾ രാജസ്ഥാനിലാണ് പെൺകുട്ടികൾക്ക് സാനിറ്ററി പാഡുകൾ സൗജന്യമായിട്ട് നൽകുന്ന ഉഡാൻ പദ്ധതി ആരംഭിച്ചത്. എവിടെയാണ്? രാജസ്ഥാനിലാണെന്ന് അറിഞ്ഞിരിക്കുക. 16ാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം. ഇക്കഴിഞ്ഞ നവംബറിൽ അന്തരിച്ച എമി വാദ സിനിമയുടെ ഏത് മേഖലയിലാണ് പ്രസിദ്ധി നേടിയത്? എന്താണ് ചോദ്യം? നവംബറിൽ അന്തരിച്ച എമി വാദ സിനിമയുടെ ഏത് മേഖലയിലാണ് പ്രസിദ്ധി നേടിയതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഏത് മേഖലയിലാണ്? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണോ എന്ന് ചോദിച്ചാൽ ആണ്, പക്ഷേ ശ്രദ്ധിക്കുന്നവർക്ക് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ ശരി ഉത്തരം എന്താണ്? ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം, നമ്മുടെ വസ്ത്രാലങ്കാരമാണ് കേട്ടോ. വസ്ത്രാലങ്കാരത്തിലാണ് എമി വാദയ്ക്ക് എന്ത് ചെയ്യുന്നത്? പ്രസിദ്ധ ആർജിച്ചത് ഏതിലാണ്? വസ്ത്രാലങ്കാരത്തിലാണ്. ഈ എമി വാദയാണ് കഴിഞ്ഞ നവംബറിൽ മരിച്ചത്. 17ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് സർക്കാർ ബസ്സുകളിൽ 2021 ഏപ്രിൽ 1 മുതൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ച സംസ്ഥാനം ഏതാണ്? എന്താണ് ചോദ്യം? സർക്കാർ ബസ്സുകളിൽ 2021 ഏപ്രിൽ 1 മുതൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ആരംഭിച്ചിട്ടുള്ള സംസ്ഥാനം ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം, പഞ്ചാബാണ് കേട്ടോ. അപ്പോൾ പഞ്ചാബിലാണ് സർക്കാർ ബസ്സുകളിൽ എന്ത് ചെയ്യുന്നത്? സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ചത്. 2021 ഏപ്രിൽ 1 മുതലാണ് ഈ ഒരു പ്രോഗ്രാം അവിടെ ആരംഭിച്ചത്. 18ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ചെറുകിട നിക്ഷേപ പദ്ധതികളിൽ 1-ാം സ്ഥാനത്തുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ചെറുകിട നിക്ഷേപ പദ്ധതികളിൽ 1-ാം സ്ഥാനത്തുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ ഏതാണത്? ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം, ബംഗാളാണ് കേട്ടോ. അപ്പോൾ ചെറുകിട വ്യവസായങ്ങളിലും ചെറുകിട നിക്ഷേപ പദ്ധതികളിൽ 1-ാം സ്ഥാനത്തുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? അത് ബംഗാളാണ്. ചെറുകിട നിക്ഷേപ പദ്ധതികളിൽ 1-ാം സ്ഥാനമുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? അത് ബംഗാളാണെന്ന് അറിഞ്ഞിരിക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. 19ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് മഹേന്ദ്രഗിരി ബയോസ്ഫിയർ റിസർവ് നിലവിൽ വരുന്ന സംസ്ഥാനം ഏതാണ്? മഹേന്ദ്രഗിരി ബയോസ്ഫിയർ റിസർവ് നിലവിൽ വരുന്ന സംസ്ഥാനം ഏതെന്ന് ചോദിക്കുന്നത് ഏതാണ്? നിങ്ങൾ ശരി ഉത്തരം മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം, ഒഡീഷയാണ് കേട്ടോ. അപ്പോൾ ഒഡീഷയിലാണ് മഹേന്ദ്രഗിരി ബയോസ്ഫിയർ റിസർവ് നിലവിൽ വരുന്ന സംസ്ഥാനം ഏതാണ്? ഒഡീഷയിലാണ് മഹേന്ദ്രഗിരി ബയോസ്ഫിയർ റിസർവ് നിലവിൽ വരുന്നത്. 20ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഗഗൻയാൻ പദ്ധതിക്ക് നേതൃത്വം നൽകുന്ന മലയാളി ശാസ്ത്രജ്ഞ ആരെന്നാണ് ചോദ്യം. എന്താണ്? ഗഗൻയാൻ പദ്ധതിക്ക് നേതൃത്വം നൽകുന്ന മലയാളി ശാസ്ത്രജ്ഞ ആരെന്ന് ചോദിച്ചാൽ ഇതാരാണ്? നിങ്ങൾ ശരി ഉത്തരം മാർക്ക് ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം, വി ആർ ലളിതാംബിക. ഓക്കെ, വി ആർ ലളിതാംബികയാണ് ഗഗൻയാൻ പദ്ധതിക്ക് നേതൃത്വം നൽകുന്ന മലയാളി ശാസ്ത്രജ്ഞരാണ് വി ആർ ലളിതാംബികയാണെന്ന് അറിഞ്ഞിരിക്കുക. 21ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് 2021 ഡിസംബറിൽ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ബാലസ്റ്റിക് മിസൈൽ ഏതാണ്? 2021 ഡിസംബറിൽ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ബാലസ്റ്റിക് മിസൈൽ ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? ശരി ഉത്തരം നിങ്ങൾ എഴുതിയല്ലോ. ഓപ്ഷൻസിൽ നിന്ന് ഉത്തരം വായിക്കുകയാണ്. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം, പ്രളയാണ് കേട്ടോ. അപ്പോൾ 2021 ഡിസംബറിൽ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ബാലസ്റ്റിക് മിസൈലിൻ്റെ പേരാണ് പ്രളയ് എന്നറിഞ്ഞിരിക്കുക. 22ാമത്തെ ചോദ്യം സിവിൽ രജിസ്ട്രി ഓഫീസിലെത്തി ജെൻഡർ മാറ്റം സ്വയം രേഖപ്പെടുത്താനുള്ള നിയമപരമായ അവകാശം 2021 ജനുവരി 1 മുതൽ പ്രാബല്യത്തിൽ വന്ന രാജ്യം ഏതാണ്? ചോദ്യം ശ്രദ്ധിക്കുക. സിവിൽ രജിസ്ട്രി ഓഫീസിലെത്തിയിട്ട് ജെൻഡർ മാറ്റം സ്വയം രേഖപ്പെടുത്താനുള്ള നിയമപരമായ അവകാശം 2021 ജനുവരി 1 മുതൽ പ്രാബല്യത്തിൽ വന്ന രാജ്യം ഏതെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? ഏതാണ് ഈ രാജ്യം? ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം, എന്താണ്? സ്വിറ്റ്സർലാൻഡാണ് കേട്ടോ. സ്വിറ്റ്സർലാൻഡാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു പ്രോഗ്രാം കൊണ്ടുവന്നിട്ടുള്ളത് സ്വിറ്റ്സർലാൻഡ് തന്നെയാണ്. 23ാമത്തെ ചോദ്യം മലയാള ചലച്ചിത്ര സാങ്കേതിക പ്രവർത്തകരുടെ സാംസ്കാരിക കൂട്ടായ്മയായ മാക്റ്റയുടെ ലെജൻഡ് ഓണർ പുരസ്കാരം ലഭിച്ച സംവിധായകൻ ആരാണ്? എന്താണ് ചോദ്യം? മലയാള ചലച്ചിത്ര സാങ്കേതിക പ്രവർത്തകരുടെ സാംസ്കാരിക കൂട്ടായ്മയായിട്ടുള്ള മാക്റ്റയുടെ ലെജൻഡ് ഓണർ പുരസ്കാരം ലഭിച്ച സംവിധായകൻ ആരെന്ന് ചോദിച്ചാൽ അത് ആരാണ്? അദ്ദേഹത്തിൻ്റെ പേരെന്താണ്? ഓപ്ഷൻസിൽ നിന്ന് ശരി ഉത്തരം മാർക്ക് ചെയ്യാൻ പറയുകയാണെങ്കിൽ ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം, എന്താണ്? കെ എസ് സേതുമാധവനാണ് കേട്ടോ. അപ്പോൾ കെ എസ് സേതുമാധവനാണ് മാക്റ്റയുടെ ലെജൻഡ് ഓണർ പുരസ്കാരം ലഭിച്ചത്. ആർക്കാണ്? കെ എസ് സേതുമാധവൻ എന്ന് പറയുന്ന സംവിധായകനാണെന്ന് അറിഞ്ഞിരിക്കുക. 24ാമത്തെ ചോദ്യം കൊറോണയ്ക്കെതിരെ ആദ്യ ജന്തു വാക്സിൻ രജിസ്റ്റർ
ചെയ്ത രാജ്യം ഏതാണ്? കൊറോണയ്ക്കെതിരെ ആദ്യ ജന്തു വാക്സിൻ രജിസ്റ്റർ ചെയ്ത രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? ഓപ്ഷൻസിൽ നിന്ന് ശരി ഉത്തരം മാർക്ക് ചെയ്യാൻ പറയുമ്പോൾ ഏതാണ് ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം, റഷ്യയാണ് കേട്ടോ. അപ്പോൾ കൊറോണയ്ക്കെതിരെ ആദ്യ ജന്തു വാക്സിൻ രജിസ്റ്റർ ചെയ്തതും നിർമ്മിച്ചതുമാര് തന്നെയാണ്, ചൈന തന്നെയാണെന്ന് അറിഞ്ഞിരിക്കുക. നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ കൊമേഴ്ഷ്യൽ പൈലറ്റ് ആരാണ്? രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ കൊമേഴ്ഷ്യൽ പൈലറ്റ് ആരെന്നാണ് നമ്മുടെ 25ാമത്തെ ചോദ്യം. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ശരി ഉത്തരം മാർക്ക് ചെയ്തു എന്ന് തന്നെ വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം, മൈത്രി പാട്ടേലാണ്. രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ കൊമേഴ്ഷ്യൽ പൈലറ്റ് ആരാണ്? നമ്മുടെ മൈത്രി പാട്ടേലാണെന്ന് അറിഞ്ഞിരിക്കുക. രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ കൊമേഴ്ഷ്യൽ പൈലറ്റ് ആരാണ്? മൈത്രി പാട്ടേലാണ്. ഓക്കെ, നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് 25 പ്രധാനപ്പെട്ട കറണ്ട് അഫെയർ ചോദ്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു വീഡിയോ ഫലപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്തവർ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും PSC വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കും എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയും ക്ലാസ്സും നോട്ടിഫിക്കേഷനൊക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.